മാമ്പഴങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് നമുക്ക് മാമ്പഴത്തിനെ കുറിച്ചുള്ള ഒരു കഥ കേൾക്കാം. കഥയുടെ പേരാണ് ആം കാ പേड़. സുനീം കഹാനി. പാർട്ട് 5 ആം കാ പേड़. വീണ എന്ന ബുക്കിലെ 5ാമത്തെ പാഠമാണ് ഇത്. ആം കാ പേड़ അല്ലേ? ഇതെന്തിനെ കുറിച്ചുള്ള കഥയാണ്? മാമ്പഴത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് അല്ലേ? ആം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മാങ്ങാന്ന് മാമ്പഴം എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ? ആം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മാങ്ങ എന്നാണ് കേട്ടിരിക്കുന്നത്. ആം കാ പേड़ എന്താ? മാമ്പഴത്തിന്റെ മരം എന്നല്ല പറയാം, മാവ് അല്ലെ? മാങ്ങ ഉണ്ടാവുന്ന മരം. മാങ്ങ ഉണ്ടാവുന്ന മരത്തിന് നമ്മൾ എന്ത് പേരാ പറയാം? മാവ് എന്ന് പറയും അല്ലെ? മരത്തെ കുറിച്ചിട്ടുള്ള ഇതാണ് ഈ പാഠത്തിന്റെ ശീർഷകം അല്ലെ? ആം കാ പേड़. ഇതിലെ കഥ എന്തിനെ കുറിച്ചിട്ടാണ്? മാമ്പഴത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? സുനീം കഹാനി. നമുക്കൊരു കഥ കേൾക്കാം അല്ലെ? എന്താ കഥ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? गर्मियों के दिन में सौरभ के चाचा जी ने अपने बगीचे के एक टोकरी आम बेचे. ഗർമിയൊക്കെ ഇതിണ്ട്. ഗർമി എന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയാണ്? നല്ല ചൂടുള്ള കാലാവസ്ഥ. ഗർമിയൊക്കെ ഇതിണ്ടെന്ന് വെച്ചാൽ നല്ല ചൂട് കാലാവസ്ഥയാണ്. രണ്ടേ മാസമൊക്കെ തണുപ്പുള്ളത് അല്ലേ? സർദിയൊക്കെ തണുപ്പുള്ളത്. ഗർമി എന്ന് വെച്ചാൽ ചൂടുള്ള കാലാവസ്ഥയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയല്ല മാമ്പഴം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? മാവ് കൂടുന്നതും തളിരിടുന്നതും അതുപോലെ മാമ്പഴം ഉണ്ടാവുന്നു. അപ്പോൾ നല്ല ചൂടുള്ള ദിവസമായിരുന്നു. സൗരക്ക് ചാച്ചാജീനെ അപ്പനെ ബഗീച്ചയ്ക്ക് ടോക്കരി ആം ബേച്ച്. ആരാണ് ഈ കഥയിൽ? ഒരു കുട്ടീനെ നമ്മളെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? ആ കുട്ടിയുടെ പേരെന്താണ്? സൗരഭ് എന്നാണ്. ആ കുട്ടി അവിടെ ഇരുന്ന് മാങ്ങ കഴിക്കുക, മാമ്പഴം തിന്നത് കാണുന്നുണ്ടല്ലേ? അപ്പൊ എന്താണ് സൗരഭിന്റെ ആരാ അയച്ചു കൊടുത്തത് കുട്ടിക്ക്? ചാച്ചാജി. ചാച്ചാജി എന്ന് വരുന്നത് ആരാണ്? ചാച്ചാജി ആരെന്നെ വിളിക്കുന്നത്? ചാച്ചാ ചാച്ചി എന്നൊക്കെ. പാപ്പനാണ് ചാച്ചാട്ടാ, ഇളയമ്മയാണ് ചാച്ചി. ജി ബഹുമാനപൂർവ്വം പറയുന്നതാണ്. സൗരഭിന്റെ പാപ്പൻ അല്ലെ, ഇളയച്ചൻ, അച്ഛൻ്റെ അനിയല്ലേ, എന്ത് ചെയ്തു? അപ്പനെ ബഗീച്ചയ്ക്ക് തങ്ങളുടെ തോട്ടത്തിലുള്ള മാമ്പഴത്തിന് എത്ര കൊടുത്തയച്ചത്? ഏക്ക് ടോക്കരി. ടോക്കരി നമുക്ക് കാണാം അല്ലെ? കുട്ടി അവിടെ നിന്ന് തിന്നത് കാണുന്നുണ്ട്. എത്രയാണ്? ഒരു കുട്ട മാമ്പഴമാണ് ടോക്കരി കേട്ടോ. ഒരു കുട്ട മാമ്പഴം കൊടുത്തയക്കാണ്. മാങ്ങ കൊടുത്തയച്ചു അല്ലേ? മാങ്ങയല്ല അവിടെ, കാരണം പിന്നത്തെ വരിയിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പൊ മാങ്ങ ആയിരിക്കില്ല അല്ലെ? മാമ്പഴം ആയിരിക്കും. മാമ്പഴം നല്ല മധുരമുള്ളതായിരുന്നു. സൗരഭ് को आम बहुत अच्छे लगे. അല്ലേ? അവിടെ ഫുൾ സ്റ്റോപ്പ് ആണല്ലേ? സൗരഭിന് മാമ്പഴം വളരെ നല്ലതായിട്ട് തോന്നി, വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല ഇഷ്ടം തോന്നി കുട്ടിക്ക്. उसने सोचा ऐसे ही आम में अपने बगीचे में लगाऊंगा. എന്താ അവൻ ചിന്തിക്കുന്നത്? അപ്പൊ മാമ്പഴം തിന്നപ്പോ കുട്ടി ആലോചിക്കുകയാണ് അല്ലെ? നമ്മുടെ ഓർമ്മയിലുണ്ടാവും അല്ലെ? ചെറുപ്പത്തിലും ഇപ്പോഴൊക്കെ നല്ല നല്ല മാമ്പഴങ്ങൾ തിന്നത് അല്ലെ? നല്ല മധുരമൂർന്ന മാമ്പഴം കഴിച്ചത് അല്ലെ? സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നതും അല്ലെ? മാമ്പഴം വേണ്ടി നമ്മള് കഴിക്കുന്നൊക്കെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ അവന് ചിന്തിക്കുകയാണ് എന്താണ്? ഇത്തരത്തിലുള്ളൊരു മാമ്പഴം ഞാനും എന്റെ തോട്ടത്തിൽ നടുന്നു. വളപ്പില്ലേ തോട്ടത്തില് നടുന്നു കുട്ടി വിചാരിക്കുകയാണ്. മാങ്ങയ്ക്കൊക്കെ നല്ല മധുര, മൂവാണ്ട മാങ്ങയ്ക്കും അങ്ങനെ കുറെ പലതരം മാങ്ങകളുണ്ട് അല്ലെ? മാമ്പഴങ്ങളുണ്ട് അല്ലെ? എന്താ പറയുന്നത്? उसने बगीचे में एक जगह दौड़ी मिट्टी गोदी. എന്നിട്ട് എന്ത് ചെയ്തു? മാമ്പഴം ഉണ്ടാവുന്നെങ്കിൽ എന്ത് വേണം? മാങ്ങയുടെ തൈ അല്ലെങ്കിൽ വിത്ത് നടണം അല്ലെ? സീഡ് നടണം അല്ലെ? അപ്പൊ അവനെ എന്ത് ചെയ്തു? ഉസ്നെ ബഗീച്ചമേ, ആ തോട്ടത്തില് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? സ്ഥലത്ത് എന്ത് ചെയ്തു? ദോടി മിട്ടി ഗോതി അല്ലെ? മണ്ണ് കുഴിക്കണം അല്ലെ? മണ്ണ് മാറ്റണ്ടേ? മാമ്പഴം ഉണ്ടാവുന്നുള്ള കുരു നടണമെങ്കിൽ അല്ലെങ്കിൽ തൈ നടണമെങ്കിൽ എന്ത് വേണം? മണ്ണ് കുഴിക്കണം, കളച്ച് മാറ്റണം അല്ലെ? ഗോതി. ആ മണ്ണ് ചെറിയ വിത്താണെങ്കിൽ ചെറിയ കുഴി മതി, വലിയ വിത്തല്ലെങ്കിൽ മാങ്ങ. അതുകൊണ്ട് എന്തോ മണ്ണ് ഇളക്കി മാറ്റാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലേ, കണ്ടോ? കൊലര എന്തോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മണ്ണ് മാറ്റാണ് അല്ലെ? കൈക്കോട്ടും തുമ്പിയൊന്നുമല്ല, മണ്ണ് മാറ്റാനുള്ള ഒരു
എന്തോ ഒന്ന് കുട്ടിയുടെ കയ്യിലുണ്ട്, ഒരായുധമുണ്ട് അല്ലേ. അപ്പൊ മണ്ണ് കുഴിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വഹാം वहां की एक गुठली डाल दी. എന്ത് ചെയ്തു? എന്നിട്ട് അവൻ ആ മണ്ണ് കുഴിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നടാൻ പറ്റൂലേ. അവിടെ കുട്ടി എന്ത് ചെയ്തു? അവിടെ ഒരു മാങ്ങയുടെ ഒരു ഗുട്ടലി പറയുന്നത് എന്താ സാധനം? ഗുട്ടലി വരുന്നത് സീഡാണ് കേട്ടോ. മാങ്ങയുടെ കുരു അല്ലേ, അത് നടുകയാണ്. ഡാൽദി നട്ടു അല്ലേ. गुठली पर डालकर ने दौड़ा पानी रख दिया. എന്ത് ചെയ്തു? എന്നിട്ട് ആ സീഡ് നട്ടോടത്ത് എന്ത് ചെയ്തു? മിട്ടിയിട്ട് ആൾക്കാർ മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലേ. മണ്ണ് കുഴിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ആ വിത്തിട്ടത് അല്ലേ. ഇനി ആ മണ്ണ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണ്ടേ? ആ മണ്ണ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തു അല്ലേ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും? വേനൽക്കാലമായി കണ്ടു കുഴപ്പമില്ല, വെള്ളം ഇരുന്ന് നിൽക്കൂല. എന്നാലും ഒരുപാടായി അതിന് ദോഷമാണല്ലോ. അപ്പൊ വെള്ളം തെളിച്ചു കൊടുത്തു. वह प्रतिदिन सुबह वहाँ पानी डालता അല്ലേ. എന്ത് ചെയ്തു? എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ. നല്ല വേനൽക്കാലാണെങ്കിൽ എന്നും നനച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. എല്ലാ ദിവസവും രാവിലെ, സുബഹ് എപ്പോഴാ? രാവിലെ അല്ലേ. രാവിലെ എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലേ. കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി അല്ലേ. ആംകാ പൗധ നഹി നിക്കല, മുളച്ചു വന്നു ഇല്ല. മാവിന്റെ മരം അല്ലെ, ചെടി മുളച്ചു വന്നില്ല. ഉസ്നെ പാനി ഡാലിനെ ബന്ദ് കർ ദിയ അല്ലേ. കുട്ടികൾക്ക് കുറച്ച് നമ്മളായാലും നടുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മുളച്ച് വരാതെ ആകുമ്പോൾ നമുക്ക് നിരാശ തോന്നും അല്ലേ. അപ്പൊ എന്താ ചെയ്തു? ഉസ്നെ പാനി ഡാലിനെ ബന്ദ് കർ ദിയ. കുട്ടി വെള്ളം ഒഴിക്കുന്നത് നിർത്തി, കാരണം മുളച്ചു വരുന്നത് കാണാനില്ല. അപ്പൊ കുട്ടി വിഷമായി അല്ലേ. ഇത്രയാണ് ആദ്യത്തെ പേജിൽ നമ്മൾ കാണുന്നത് അല്ലേ. അടുത്ത പേജിൽ നോക്കൂ. അടുത്ത പേജിൽ हल्की हल्की वर्षा हो रही थी. ഒരു ദിവസം എന്ത് ചെയ്ത്? നേരിയ മഴ പെയ്യാണ് കേട്ടോ. വർഷ എന്ന് വെച്ചാൽ എന്താ? മഴ. വലിയ മഴയാണോ? അല്ല, ചെറിയൊരു, നമ്മൾ പറയില്ലേ ആദ്യത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല പുതുമണ്ണിന്റെ മണം വരും അല്ലേ. ആദ്യത്തെ അല്ലെ പുതുമഴ പെയ്യുമ്പോൾ അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ മഴ പെയ്യാണ്. സൗരവ് घूमता हुआ बगीचे में उसी जगह पर जा पहुंचा. സൗരവ് എന്ത് ചെയ്തു? അവിടെയൊക്കെ എല്ലായിടത്തും കറങ്ങി നടന്നിട്ട് ആ തോട്ടത്തിലൊക്കെ കറങ്ങി നടന്നു അല്ലേ. घूमता हुआ बगीचे में, ആ സ്ഥലത്ത് അങ്ങനെ കുട്ടി എത്തിച്ചേരാണ് അല്ലേ. सामने ही लाल कोमला वाला नन्नासा पौधा लगा था. അപ്പൊ എന്താ കാണുന്നത് കുട്ടി മുൻപിലായിട്ട്? നിറത്തിലാണ്? ലാൽ ഏതാ നിറം? ചുവപ്പ് നിറം. തളിരായിട്ട് ഇങ്ങനെ മുളച്ചു വരുമ്പോ നമുക്ക് കാണാം അല്ലെ. തളിര് മാവിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ? അതിന്റെ തണ്ടും ഇലകളൊക്കെ ആദ്യം മുളച്ചു വരുമ്പോ ഏതായിരിക്കും? ചുവന്ന നിറമായിരിക്കും അല്ലെ. ചില ചെടികൾക്ക് അങ്ങനെയായിരിക്കും. പച്ച നിറത്തിലല്ല അല്ലെ, ലൈറ്റ് പച്ചയൊക്കെ ആയിട്ട് മഞ്ഞ കളറിലൊക്കെയാണ് മുളച്ചു വരിക അല്ലെ. തണ്ടും ഇലകളൊക്കെ അല്ലെ. ഇവിടെ ചുവന്ന നിറത്തില് തളിരിലകളായിട്ടുള്ള ഒരു ചെറിയൊരു ചെടി പൗധ എന്താ? ആ ചെടി ലഗാത ഉണ്ടായത് കണ്ടു അല്ലെ. അവിടെ മുളച്ച് കാണാണ് അല്ലെ. ഇപ്പൊ ചെറിയ മോളൊക്കെ വന്നത് അങ്ങനെ കുട്ടി കാണാണ്. അപ്പൊ എന്താ കാണുമ്പോ കുട്ടിക്ക് സന്തോഷാവില്ലേ? ആ പൗധ ദേഖ്തേ ഹി സൗരവ് പ്രസന്ന ഹോഡ അല്ലെ. ആ ചെടി കണ്ട വഴിക്ക് കുട്ടിക്ക് എന്താണ്? വളരെ സന്തോഷം തോന്നുകയാണ് അല്ലെ. സന്തോഷവാനാവാണ്. പൗധ നിക്കലായ കഹത്തെ കഹത്തെ അന്തർഭാഗ അല്ലെ. പൗധ നിക്കലായ കുട്ടി എന്താ പറയുന്നത്? കഹത്തെ എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. കഹത്തെ എന്താണ്? അന്തർഭാഗ. കുട്ടി എന്താ ഓർക്ക ഓളിയിട്ടിട്ട് പറയുന്നത്? എന്താ ചെടി മുളച്ചു വന്നു അല്ലെ. പൗധ ചെടി വന്നു അല്ലെ, പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് ഓടി ചെല്ലാണ് അല്ലേ. अपनी छोटी बहन प्रिया का हाथ पकड़कर से बगीचे में ले आया. വീട്ടില് വേറെ ആരാ ഉള്ളത്? ഒരു ഇളയ സഹോദരി ഉണ്ട് അല്ലെ, ചോട്ടി ബഹൻ. ഇളയ സഹോദരിയുടെ പേരെന്താണ്? ഇളയനീതിയുടെ പേരെന്താണ്? പ്രിയ. പ്രിയയുടെ കൈ പിടിച്ചിട്ട്, ഹാത്ത് പകഡ്കർ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ തോട്ടത്തിലേക്ക് അല്ലെ, ആ വളപ്പിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ, കാണിച്ചു കൊടുക്കാനായിട്ട്. പൗധ ദേക്കർ പ്രിയാബി ഖുഷി ഉച്ചൽപ്പടി അല്ലേ. അപ്പൊ എന്തായിരിക്കും? സൗരഭ് തുള്ളിച്ചാടിയ പോലെ എന്തായിരിക്കും?
പ്രിയയ്ക്ക് സന്തോഷം തോന്നും അല്ലേ? ആ ചെടി കണ്ട വഴിക്ക് എന്ത് ചെയ്തു? പ്രിയയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത് കേട്ടോ. ആ ചെടി കണ്ടപ്പോൾ രണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തോട് കൂട്ടിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. സൗരഭ് ബോല എഹ് പൗധ മേംനെ ലഗായ ഹൈ. സൗരഭ് എന്താ പറയുന്നത്? ഈ ചെടി ആരാ നട്ടത്? ഞാനാണ് നട്ടത് അല്ലേ? അപ്പൊ കുട്ടി നട്ട് ആ ചെടി മുളച്ചു വന്നപ്പോൾ കുട്ടിക്ക് വളരെ സന്തോഷം തോന്നി അല്ലേ? ആ ഞാനാണ് നട്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഹാംക പൗധ ഹെ, അതെന്താണ്? മാവിന്റെ ചെടിയാണ്. അപ്പൊ ഹാംക മരമായിട്ടില്ല, അപ്പൊ ഹാംക അല്ലെ തൈയാണെന്ന് പറയാണ് അല്ലേ? ഇസ്മേ ഖൂബ് മീഠേ ആം ലഗേംഗെ അല്ലേ? ഇതിലെന്താണ്? ഒരുപാട് നല്ല മധുരമുള്ള മാമ്പഴം അല്ലെ, മാങ്ങ ഉണ്ടാവും അല്ലേ? ആം ലഗേംഗെ ഉണ്ടാവും അല്ലേ? दोनों भागे भागे पिताजी के पास गए. കെ പാസ് എന്നാണ് വരിക. രണ്ടുപേരും എന്താണ് ഓടിയിട്ട് ആരുടെ അടുത്തേക്ക് അത് പറയാൻ പോകുന്നത്? സന്തോഷം കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് അല്ലേ? അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ് അല്ലേ? അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. കെ പാസ് അരികിലേക്ക് അല്ലേ? പിതാജി പോലെ ക്യാ ബാത് ഹേ ആജ് തും ദോനോ ബഹുത് പ്രസന്ന ഹോ. അച്ഛൻ ചോദിക്കുകയാണ്, ഇത് ചോദിച്ചത് എന്താ കാര്യം? നിങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ടല്ലോ, എന്തത്ര സന്തോഷത്തിന്റെ കാരണം ചോദിക്കുകയാണ്. പ്രിയ ബോലി. പ്രിയ പറഞ്ഞു. എന്താ പറയുന്നത്? പിതാജി ബഗീച്ചേ മേ എന്താ ഉണ്ടായത്? ആം കാ പൗധ ഗലായ ഹൈ. എന്താ പറയുന്നത്? പ്രിയ പറയുന്നത്, അച്ഛാ ദാ കണ്ടോ, എന്താണ് തോട്ടത്തില് നമ്മുടെ ആ മാവിന്റെ ചെടി ഉണ്ടായില്ലേ, മുളച്ചു വന്നു എന്ന് പറയാണ്, പുറത്തു വന്നു എന്ന് പറയാണ്. എന്താ തിന്നുക അല്ലേ? ഉസ്കി ബാത് സുൻകർ പിതാജി ഹസെ അല്ലേ? എന്താ കുട്ടികൾ പറയുന്നത്? അടുത്ത വർഷം ഞങ്ങൾ എന്താണ് ഈ മാവിന്റെ, നമ്മുടെ വളപ്പിലുണ്ടായിട്ടുള്ള മാവിന്റെ മാങ്ങ തിന്നു പറയാണ്. ആം ഗായെങ്കി ഉസ്കി ബാത് സുൻകർ പിതാജി ഹസെ. എന്താ അത് കേട്ടപ്പോൾ അച്ഛൻ എന്താണ് ചിരി വരികയാണ്. കാരണം എന്താണ്? അച്ഛനറിയാലേ ഒരു വർഷം കൊണ്ടൊന്നും മാമ്പഴം ഉണ്ടാവില്ല എന്നല്ലേ? ഇപ്പോൾ ഒട്ട് തൈകളൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായിരുന്നു വരും അല്ലേ? നാടൻ തൈകളൊക്കെ കുറച്ച് വർഷം പിടിക്കും അല്ലേ ഉണ്ടായി വരാനായിട്ട്. വളരെ സ്നേഹത്തോടു കൂടി അച്ഛൻ പറയാണ് അല്ലെ? എത്രയാണ് അതിൽ കണ്ടത്? അടുത്ത പേജിൽ എന്താ കാണുന്നത്? छोटे पौधे को बड़ा होने में बहुत समय लगेगा. ചെറിയ അല്ലെ? ചെറിയ ചെടിയല്ലേ ഇപ്പൊ അത്? ആ ചെടി വലിയ മരമായി തീരണമെങ്കിൽ അല്ലെ, വലുതാവണമെങ്കിൽ, വലിയ ചെടി ആവണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് സമയം പിടിക്കും അല്ലേ? 4-5 വർഷം എത്ര വർഷം പിടിക്കും? 4-5 വർഷം എടുക്കും ഇത് വലിയൊരു മരമായി തീരണമെങ്കിൽ അല്ലേ? ഇസ്കാ തന മോട്ടാ ഹോഗ. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ അല്ലേ? ആ മരത്തിന്റെ എന്ത് വേണം? ആ ചെടി മാറി അത് മരമായി തീരണമെങ്കിൽ എന്ത് വേണം? അതിന്റെ തടിയൊക്കെ നല്ല എങ്ങനെയുള്ളതായിരിക്കണം? സ്ട്രോങ് ആവണം, മൂപ്പുള്ളതായിരിക്കണം അല്ലേ? കനം വെക്കണം അല്ലേ? അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? അതിൽ ഫലങ്ങളും പൂവും ഫലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ അച്ഛനും അത് തന്നെയാണ് പറയുന്നത്, അതിന്റെ തടി നല്ല വണ്ണുള്ളത് ഉരുണ്ടതായി തീരണം അല്ലേ? തന എന്ന് പറയുന്നത് എന്താ? അതിന്റെ തടിയാണ്. തടി എങ്ങനെയുള്ളതായിരിക്കണം? നല്ല വണ്ണുള്ളതായി തീരണം. തന മോട്ട ഹോഗ ബെടി ശാഖായേ ഹോങ്കി അല്ലേ? പിന്നെന്ത് വേണം? വലിയ വലിയ ശാഖകള് അല്ലേ? ശിഖരങ്ങൾ ഉണ്ടാവണ കണ്ടില്ലേ? കൊമ്പുകള് മരത്തിന് കണ്ടില്ലേ? മാവിനൊക്കെ ഒരുപാട് കൊമ്പുകൾ ഉണ്ടാവും അല്ലേ? തബ് ഇസ്മേ ആംലേക്കെങ്കിൽ അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? മാങ്ങ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. കണ്ടോ? കുട്ടികളിങ്ങനെ ആലോചിച്ച് നിൽക്കണുണ്ട്. അച്ഛൻ പറയുമ്പോ അച്ഛൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ കുട്ടികൾക്ക് ആദ്യം വളരെ സന്തോഷമായിരുന്നു, പിന്നെ ഇത്തിരി വിഷമം തോന്നുന്നു അല്ലേ? പ്രിയ ദോടി ഉദാസ് ഹോഗയി. ഇത് കേട്ടിട്ട് എന്താണ്? പ്രിയ ഇത്തിരി ഉദാസീനായി തീർന്നു. കാരണം എന്താ? അതുവരെ സന്തോഷമായിരുന്നു. അച്ഛന്റെ സംസാരം കേട്ടോട് കുട്ടി കുറച്ച് വിഷമം തോന്നിയില്ലേ? ഉദാസീനായി നിൽക്കുകയാണ്. സൗരഭ് തുരന്ത് പോലെ. പക്ഷെ സൗരഭ് പെട്ടെന്ന് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? कोई बात नहीं, हम पौधे की देखभाल करेंगे. एक दिन हम इसके फल अवश्य गाएंगे. വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് അല്ലേ? പ്രിയ വിഷമിച്ച് നിൽക്കുമ്പോൾ സൗരഭ് എന്താ പറയുന്നത്? പെട്ടെന്ന് തന്നെ പറയാണ്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കുഴപ്പമില്ല എന്ന് പറയാണ്. ഹം പൗധേക്ക് ദേഖ്ഭാൽ കരേംഗെ. ഞങ്ങൾ ആ ചെടിയെ വളരെ നന്നായിട്ട് നോക്കാന്ന്, സംരക്ഷിക്കാന്ന് പറയാണ്. എക് ദിൻ ഹം ഇസ്കെ ഫല അവശ്യ ഗായെംഗെ. ഒരു ദിവസം തീർച്ചയായും നമ്മൾ ഇതിന്റെ ഫലം തിന്നുന്നു അല്ലേ?
നമ്മളിപ്പോ ഇന്ന് തിന്നുന്ന മാമ്പഴയിലും ചക്കയിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ നട്ടതാണോ? അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പഴയ തലമുറയിലുള്ളവർ അച്ഛന്മാരും അപ്പൂപ്പന്മാരൊക്കെ നട്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് തിന്നുന്നത് അല്ലേ? അപ്പൊ അതുപോലെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എന്താണ് നമ്മൾ തീർച്ചയായും ഇതിന്റെ ഫലം തിന്നും അല്ലേ? പറയില്ലേ, ചെടി നടാനും മരം നടാനൊക്കെ പറയില്ലേ? അതുപോലെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, തീർച്ചയായും നമ്മൾ അതിന്റെ ഫലം തിന്നുന്നു പറയാണ്. കണ്ടോ, പിക്ചറിൽ കാണുന്നുണ്ടല്ലേ അവര് ആ മാമ്പഴം തിന്നുന്നത് അല്ലേ? കുട്ടി ഭാവിയിൽ കാണുന്നുണ്ട്. കണ്ടോ, അച്ഛനും അമ്മയും അനിയത്തിയും ആ കുട്ടിക്കായിട്ട് മാമ്പഴം തിന്നുന്നത് കാണുന്നത്. നല്ലൊരു കഥയല്ലേ? മാമ്പഴത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? പലതരം മാമ്പഴങ്ങളും നല്ല കൊതിയുണ്ടാവും. മാമ്പഴം എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല. അപ്പൊ നല്ലൊരു കഥയല്ലേ മാമ്പഴത്തെ കുറിച്ചിട്ടുള്ളത്?